വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമേജുകൾ നമുക്ക് എങ്ങനെ PDF ഫയലാക്കി മാറ്റാം, കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് PDF മേക്കർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് വരും. ഇവിടെ കാണുന്ന PDF മേക്കർ തൊട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഇൻസ്റ്റോൾ എന്ന് തൊട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റോൾ ചെയ്തതുകൊണ്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഡോക്യുമെൻറ്റ് നമുക്ക് PDF ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് കൊടുക്കാം, TT എന്നുള്ളത് തൊട്ട് കൊടുക്കാം. ഇനി ഫോട്ടോ ഇമേജൊക്കെയാണ് നമുക്കൊരു PDF ഫയലാക്കി, ഇമേജും ഡോക്യുമെൻറ്റ്സൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു PDF ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഫോട്ടോ ടു PDF എന്ന് തൊട്ട് കൊടുക്കാം. സെലക്ട് ഇമേജസ് തൊട്ട് കൊടുത്തു. ദെൻ ഓൾ മീഡിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഗാലറിയിലുള്ള എല്ലാ ആൽബംസും കാണാൻ പറ്റും. വാട്സപ്പ് ഇമേജ് ആയാലും വാട്സപ്പ് വീഡിയോസ് ആയാലും ഇനി നമ്മൾ സെപ്പറേറ്റ് ഫോൾഡറാക്കി വെച്ച ഫോട്ടോസ് പോലും നമുക്ക് ഓൾ മീഡിയയിൽ കാണാം. ഓൾ മീഡിയ എന്ന് തൊട്ട് കൊടുത്തു. ഇതിൽ നമുക്ക് ഏതൊക്കെ ഇമേജാണ് നമുക്ക് PDF ഫയൽ കൺവേർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 ഐറ്റം ഞാൻ സെലക്ട് ചെയ്തു. ദെൻ അപ്ലൈ. ഇവിടെ മേക്ക് PDF എന്ന് ചോദിക്കുന്നുണ്ട്. മേക്ക് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PDF ആയി മാറും. ഇനി നമുക്ക് ഈ PDF ആക്കിയിട്ട് കൺവേർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡും കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ഒരു ഭാഗമായിട്ട് ഒരു പാസ്വേഡും കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആഡ് പാസ്വേഡ്, ഇവിടെ നമുക്ക് മേക്ക് PDF എന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പാസ്വേഡും കൂടി സെറ്റ് ചെയ്യാം. 12 എന്ന് ഞാൻ കൊടുത്തു. ദെൻ ഓക്കെ. രണ്ടാമതേ കാണുന്ന എഡിറ്റ് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇമേജസിൽ ഇനി എന്തെങ്കിലും ഒരു ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഫോട്ടോസ് തൊട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ക്രോപ്പൊക്കെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ദെൻ സേവ് കൊടുക്കാം. എന്നതിന് ശേഷം ഈ ടിക്കങ്ങ് കൊടുക്കാം. അപ്പോൾ അത് അതിലേക്ക് സെറ്റായി. ഇങ്ങനെ ഓരോ ഫോട്ടോസിലും നമുക്ക് പലതും കൊടുക്കാം. ബോർഡർ, മാർജിൻ, കംപ്രസ്, ഇതൊക്കെ ഇതിൽ വരുന്ന ഓപ്ഷൻസാണ്. ദെൻ മേക്ക് PDF തൊട്ട് കൊടുക്കാം. ദെൻ ഓക്കെ. സക്സസ് ആയിട്ടുണ്ട്. PDF ഫയലായിട്ട് കൺവേർട്ടായി. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഓപ്പൺ PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. പാസ്വേഡ് സെറ്റാക്കിയത് കൊണ്ട് പാസ്വേഡ് കൊടുക്കേണ്ടി വരും. ദെൻ ഓപ്പൺ. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ PDF ഷെയർ PDF കൊടുത്തിട്ട് വാട്സപ്പ് വരും. ആർക്കാണോ ഈ ഫയൽ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ PDF ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഉണ്ടാവുക ഫയൽ മാനേജർ എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് കാണാം. അതുവരേക്കും താങ്ക് യു.